എനിക്ക് 3-4 വർഷം മുന്നേ സിവിയറായ തലവേദന വന്നു. അപ്പം ഞാൻ യൂഷ്വലി എന്ത് അസുഖം വന്നാലും അങ്ങനെ പെട്ടെന്ന് ഡോക്ടറെ കാണിക്കാൻ പോകുന്ന ആളായിരുന്നില്ല. കാരണം എനിക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ തലവേദന എൻ്റെ വർക്കിനെ അഫക്റ്റ് ചെയ്തപ്പോൾ അത്രയും ക്രൂഷ്യലാണെന്ന സീൻ വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പെട്ടെന്ന് പോയി. ഡോക്ടർ വളരെ പൊളൈറ്റായിട്ടാണ് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് പുള്ളിക്കാരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ക്ഷമയോടെ അവർ കേട്ടിരിക്കുകയായിരുന്നു. അവരോട് സംസാരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ലൈക്ക് ഒരു തെറാപ്പിസ്റ്റിനോട് സംസാരിക്കുന്ന ഒരു വൈബായിരുന്നു എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണലായ കാര്യങ്ങളൊക്കെ അവരായിട്ട് ഓപ്പൺ അപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ആക്ച്വലി വർക്ക് ലോഡ് കൂടിയതുകൊണ്ട് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് അങ്ങനെ വന്ന തലവേദന ആയിരുന്നു. അങ്ങനെ ഒരു മെഡിസിൻ തന്നു, ഞാൻ മരുന്ന് കഴിച്ചു. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും പെട്ടെന്ന് എൻ്റെ തലവേദന മാറി. അങ്ങനെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് വർക്ക് ലോഡ് കൂടി എൻ്റെ തലവേദന തിരിച്ചു വന്നു. അങ്ങനെ ആ ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടി ഞാൻ വീണ്ടും അവരെ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യണം, എൻ്റെ കഥകളെല്ലാം ആദ്യം മുതൽ അവർ പറഞ്ഞ് കേൾപ്പിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കൺസേൺ. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ട ഉടനെ എൻ്റെ പേര് വിളിച്ചിട്ടായിരുന്നു അവരെന്നെ സ്വാഗതം ചെയ്തത്. വൈശാഖേ വരൂ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അവരെന്നെ സ്വീകരിച്ചത്. സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം ഞാൻ അവരെ കണ്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 6-7 മാസമായിട്ടുണ്ടായിരിക്കും. ഇതിനിടയ്ക്ക് ഒരുപാട് പേഷ്യൻസിനെ 100, 200, 300 പേഷ്യൻസിനെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരിക്കലും എൻ്റെ പേര് ഓർത്ത് വയ്ക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരിങ്ങോട്ട് ചോദിച്ചു, വൈശാഖ് കോണ്ടന്റ് റൈറ്റർ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നത്, വർക്ക് ഫ്രം ഹോം അല്ലേ ചെയ്യുന്നത്? അത് മാത്രമല്ല, ഞാൻ അവരോട് പറഞ്ഞ പേഴ്സണലായിട്ട് ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്ക് വളരെ വ്യക്തമായിട്ട് ഓർമ്മ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാനൊരു സെലിബ്രിറ്റി അല്ല, ഞാൻ അവരുടെ ക്ലോസ് ഫ്രണ്ട് അല്ല, അവരെ കാണാൻ വരുന്ന പേഷ്യൻസിൽ ഒരാൾ മാത്രമാണ് ഞാൻ. എന്നിട്ടും അവർ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ എന്തുകൊണ്ട് ആ സമയത്ത് അത്രയും ഹാപ്പി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, അവരെന്നെ വാല്യൂ ചെയ്യുന്നു എന്നൊരു ഫീലാണ് എനിക്ക് കിട്ടിയത്. ലൈക്ക് നമ്മൾ ജീവിതത്തിൽ എല്ലാ ആളുകൾക്കും പല ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ലൈക്ക് വി ഓൾ വാണ്ട് ടു ബി സക്സസ്ഫുൾ, വി ഓൾ വാണ്ട് ടു ബി റെസ്പെക്റ്റഡ്. പക്ഷേ ഇതിനെല്ലാത്തിനും പുറമെ ദർ ഇസ് എ സിമ്പിൾ ഹ്യൂമൻ ഡിസയർ, വി ഓൾ വാണ്ട് ടു ബി റിമെമ്പേർഡ്. സോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ടാലൻ്റ് ഒന്നും വേണ്ട, ജെന്യുവൻ കൺസിഡറേഷൻ മാത്രം മതി. മറ്റുള്ളവർ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നിങ്ങൾ ഓർത്തിരിക്കുകയെന്നുണ്ടെങ്കിൽ ദേ ഫീൽ വാല്യൂഡ്. അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ശരിയല്ലേ?